സുരേഷ് ഗോപിക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ സ്വാഗതാർഹമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ TCVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ MP സുരേഷ് ഗോപിക്കെതിരായ തെരഞ്ഞെടുപ്പ് ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആ തെരഞ്ഞെടുപ്പ് ഹർജിയുമായി ബന്ധപ്പെട്ട വിചാരണ നേരിടേണ്ടി വരും. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയാണ് ഈ മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി വോട്ട് തേടി എന്ന പേരിൽ ഹൈക്കോടതിയിൽ പരാതി നൽകിയത്. ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നതായി അന്ന് സുരേഷ് ഗോപിക്കെതിരെ മത്സരിച്ച ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻമന്ത്രി കൂടിയായ VS സുനിൽകുമാർ TCVയോട് പറയുന്നു. ഈ വിധി വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഗുരുവായൂരിലൊക്കെ BJP സ്ഥാനാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ തനി ആവർത്തനമാണ്. അതിൻ്റെ കുറച്ചും കൂടി തീവ്രമായ രീതിയിലുള്ളൊരു ആവർത്തനം ഗുരുവായൂരിൽ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുകയാണ്. മതചിഹ്നങ്ങൾ മാത്രമല്ല, മതത്തെ തന്നെ നേരിട്ട് തിരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ആക്കുന്ന നിലയിലേക്ക് BJP പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിഷ്പക്ഷമായിരിക്കണം, സുതാര്യമായിരിക്കണം, അത് ഭരണഘടനാപരമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളതായിരിക്കണം. അതിന് പകരം മതവും ജാതിയും വർഗീയതയും പണവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടൊരു മൂവാണ് ഈ ഹർജിയിലൂടെ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. AIYFയുടെ ജില്ലാ പ്രസിഡന്റ് ബിനോയിയാണ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. തനിക്കെതിരായ ഹർജി തള്ളണമെന്നാണ് സുരേഷ് ഗോപി കോടതിയിൽ ആവശ്യപ്പെട്ടത്. അത് തള്ളിക്കൊണ്ടാണ് ഈ ഹർജി നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞത്. തീർച്ചയായും ഹൈക്കോടതിയുടെ വിധി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യത്തിൻ്റെ മേൽ പണാധിപത്യം കൊണ്ടും വർഗീയത കൊണ്ടും ഒരു തിരഞ്ഞെടുപ്പിനെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുമെന്നാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവിടെ കാണിച്ചത്. തീർച്ചയായും ഇത് ചോദ്യം ചെയ്യാൻ കഴിയും. ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ കൂടി കഴിയുമെന്നൊരു പുതുതലമുറയെ പഠിപ്പിക്കും കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജി സമർപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഹൈക്കോടതി വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിയമപരമായി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഹൈക്കോടതി വിധിയാണ് നിലവിലേറെ ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സുരേഷ് ഗോപി ആ തിരഞ്ഞെടുപ്പ് ഹർജിയുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടേണ്ടി വരിക തന്നെ ചെയ്യും.